2010 SPC ഞങ്ങളുടെ സ്കൂളിൽ ആരംഭിക്കുന്നത്. വി ലേൺ ടു സെർവ് എന്ന അതിൻ്റെ മോട്ടോ അർത്ഥമാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ കുട്ടികളിൽ നിന്ന് കാണുന്നത്. സേവന സന്നദ്ധതയും സെൽഫ് കോൺഫിഡൻസും നമ്മുടെ കുട്ടികൾക്ക് പകർന്നു നൽകാൻ SPCയുടെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നു. സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ SPC കുട്ടികളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന അവയർനെസ് ക്ലാസുകൾ മറ്റു കുട്ടികൾക്ക് നന്മ ചെയ്യത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഉപകരിക്കപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ SPC കുട്ടികൾ സമൂഹത്തിന് നന്മ ചെയ്യുന്നതിൽ മുന്നിലാണ്. ഈ SPC കേഡറ്റ്സുകളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നു എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പിന്നെയും പോരും. നല്ല ക്ലാസ് ആണെന്ന് കേട്ടെ. ട്രാഫിക് നിയമങ്ങളെ കുറിച്ചുള്ള ക്ലാസ് അല്ലേ, മനുഷ്യൻ ബോറടിച്ച് ചാവും. കണ്ടോ, അവര് പോയി. എന്ത് രസാല്ലേ. അത് മരിയ ചേച്ചിയുടെ തൊപ്പിയാ? എന്നെ കാണാൻ മരിയ ചേച്ചി പോലുണ്ടോ? ഓക്കെ, പക്ഷെ ആ ലുക്കില്ല. അതൊക്കെ വന്നോളൂ, വൈകിട്ടാവുമ്പോ ഞാനും SPC ചേരും. അതവിടെ വെച്ചേ, നിനക്കടുത്ത് കളിക്കാൻ സാധനമൊന്നല്ല. സോറി ചേച്ചി. ഒന്ന് പോയവിടുന്ന്, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതിന് നീ എന്താ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? അവക്ക് പഴയ ദേഷ്യം വരാത്തെ. രാജേഷ്, ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാൻ വിട്ടു. പിന്നെ വേഗം കഴിച്ചിരുന്നു, ക്ലാസ് തുടങ്ങാറായി. ആർക്ക് വേണം നിന്റെ ക്ലാസ്? കഷ്ടം. റോഡ് നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് വാഹനം ഓടിച്ചു പോകുന്നതായിട്ട് കാണാം. നിങ്ങളുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ അത് കാണുമ്പോൾ, നിങ്ങളുടെ സ്വന്തക്കാർക്കിടയിൽ അല്ല നിങ്ങൾ അടുത്തിടപഴകുന്നവരുടെ ഇടയിൽ കാണുമ്പോൾ അത് അവരെ ബോധവൽക്കരിക്കേണ്ടത് നിങ്ങളുടെ കൂടെ കടമയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. നീന, മരിയ, ഞങ്ങളൊരു കാര്യം ആലോചിക്കുമായിരുന്നു. എന്താ? അതെ, നമ്മുടെ സ്കൂളിലെ +2 ചേട്ടന്മാർ ബൈക്ക് എടുത്ത് സ്കൂളിൽ വരാറില്ലേ? അതിനെതിരായി നമുക്കൊരു ക്യാമ്പയിൻ നടത്തിയാലോ? ശരിയാ, മിക്കവർക്ക് ഹെൽമറ്റും ഇല്ല. മിനിമം 3 പേരെങ്കിലും കാണും. അതാ പറഞ്ഞു, അത് അപകടമാ. ഓ പിന്നെ, നിങ്ങളങ്ങ് ചെന്നാ മതി, വേറെ പണിയൊന്നുമില്ല. എന്നിട്ടാ നീ എന്തൊരു നെഗറ്റീവ് വല്ല കാര്യത്തിനും? എനിക്കെങ്ങും വയ്യ ക്യാമ്പയിനും മണ്ണാങ്കട്ടെ. പഠിക്കാനാണെങ്കിൽ ഒരു ലോഡ് ഉണ്ട്. ഗ്രേസ് മാർക്ക് ഇട്ടാ ഇത്രയൊക്കെ ചെയ്താൽ മതി. നീ വരുന്നുണ്ടോ? പോട്ടെടാ, ശരി, നമുക്കത് ആലോചിക്കാം. നീ എന്തിനാ വെറുതെ അവനോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ദേഷ്യപ്പെട്ടോ? പിന്നെ അല്ലാതെ. എന്നാ ഞാൻ ഇനിയും ദേഷ്യപ്പെടും. വേണേ തല്ലോ ചെയ്യും. അങ്ങനെ
എവിടെ നോക്കിയാടി നടക്കണ? അവളൊരു പോലീസുകാരി വന്നിരുന്നു. താങ്ക് യു മോളെ. മോളുടെ പേരെന്താ? ആ ദിയ. റോഡിന്റെ വലതുവശത്തു കൂടെ നടക്കണ്ടേ മരിയ ചേച്ചി? അത് കൊള്ളാലോ. നീ എവിടെ നിന്ന് പഠിച്ചു? ഇന്ന് നിങ്ങളുടെ ക്ലാസ് പറയുന്നത് കേട്ടതാ. അമ്പടി ഭയങ്കരി. എന്നാ പിന്നെ നാളെ ഇവിടെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാലോ. മോളെ കൂടുതൽ പഠിപ്പിക്കാൻ സ്ഥലം വിട്ടേ. നിനക്കെന്താ അവളോട് മര്യാദയ്ക്ക് സംസാരിച്ചാ? അവക്ക് എന്ത് ഇഷ്ടാ നിന്നോട്? തമാശയല്ലടി, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാ. മരിയ ചേച്ചി പൂ വേണോ? എനിക്ക് എന്തിനാ റോസപ്പൂ? നീ തന്നെ വെച്ചോ. എന്ത് സ്വഭാവടി നിന്റേത്? നീന, ഇന്ന് ക്യാമ്പയിൻ തുടങ്ങുന്ന ദിവസമാണ്. എല്ലാ കുട്ടികളും ഒപ്പിട്ട ഒരു നിവേദനം HM-നും പ്രിൻസിപ്പാലിനും പോലീസ് സ്റ്റേഷനിലും നൽകേണ്ടതായിട്ടുണ്ട്. ഒന്നൊപ്പിട്ടെ. എന്താ എന്തു പറ്റി? അവിടെ ഒരു കുട്ടീനെ വണ്ടി ഇടിച്ചു, റോഡ് മുറിച്ച് കിടക്കുമ്പോ. വാ. മരിയ ചേച്ചി പൂ വേണോ? അവളെവിടെ? പേടിക്കണ്ട മോളെ, അവൾ ഈ ആശുപത്രിയിൽ തന്നെയുണ്ട്. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. എനിക്ക് അവളെ കാണണം. എന്താ മോളെ? പേടിക്കണ്ട മോളെ, കൊണ്ട കാണിക്കാം, എല്ലാം ശരിയാവും. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. സാന്ത്വന വഴിയിൽ തണലായി പടരാൻ ഉണരും സേവന സ്വപ്നങ്ങൾ. ഞങ്ങൾ വിടരാൻ വെമ്പും സ്വപ്നങ്ങൾ. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. സ്നേഹം കൊണ്ടൊരു കവചം തീർക്കാൻ കൈകൾ കൊരുക്കുന്നു ഞങ്ങൾ. കൈകൾ കൊരുക്കുന്നു മറ്റുള്ളവരുടെ സംരക്ഷയ്ക്കായി വിയർപ്പൊഴുക്കുന്നു ഞങ്ങൾ. വിയർപ്പൊഴുക്കുന്നു തളരുന്നോർക്കൊരു താങ്ങായി, ഇരുളിൽ അലയുന്നോർക്കു വിളക്കായി മുന്നിൽ നടക്കുന്നു ഞങ്ങൾ. മുന്നിൽ നടക്കുന്നു, മുന്നിൽ നടക്കുന്നു ഞങ്ങൾ. മുന്നിൽ നടക്കുന്നു. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും നയനങ്ങൾ. ഉണർന്നിരിക്കും ഹൃദയങ്ങൾ, തുറന്നിരിക്കും
പ്രിയമുള്ളവരെ, ഈ വർഷത്തെ മികച്ച SPC യൂണിറ്റിനുള്ള അവാർഡ് ദാന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അവാർഡ് ദാന ചടങ്ങിനായി കടന്നു വന്നിരിക്കുന്ന മുഖ്യാതിഥി കോഴിക്കോട് റൂറൽ SP ശ്രീ G. ജയദേവ് IPSനും താമരശ്ശേരി DYSP ശ്രീ P. വിജയരാജനും സ്വാഗതം അരുളുന്നു. അഭിനന്ദനങ്ങൾക്ക് നന്ദി. സത്യത്തിൽ എനിക്ക് പ്രചോദനമായത് ഒരു കുഞ്ഞു മാലാഖയുടെ കളങ്കമില്ലാത്ത സ്നേഹമാണ്. ഇന്ന് ഈ സന്തോഷം അവളോടൊപ്പം പങ്കിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വേദിയിലേക്ക് ദിയയെ സ്വാഗതം ചെയ്യുന്നു.